അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിലെ മുഖ്യപ്രതി നജീബ് സ്ഥിരം കുറ്റവാളിയെന്ന് കണ്ടെത്തൽ വരികയാണ്. 2007 കർണാടക ഉള്ളാളിൽ ഉണ്ടായ കൊലപാതകത്തിൽ പ്രതിയാണ് നജീബ് എന്നുകൂടി അറിയുന്നു. സാരംഗ് സുരേഷ് ഇരുന്നുണ്ട്. സാരംഗ്, അന്വേഷണ സംഘം മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ട ഈ വാർത്തയിൽ പ്രധാന പ്രതിയായിട്ടുള്ള നജീബിനെ പിടികൂടി തന്നെ വളരെ സാഹസികമായിട്ടാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തട്ടിപ്പ് മാത്രമല്ല കൊലപാതകം കൂടി ഉണ്ടാകുന്ന വിവരം വരുന്നു. ഇതിന്റെ പശ്ചാത്തലം എന്താണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം? പ്രജീഷ്, അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിലെ പ്രധാന പ്രതിയായ കാസർഗോഡ് സ്വദേശിയായ നജീബ് ഒരു അന്തർസംസ്ഥാന കുറ്റവാളിയാണ് എന്നുള്ള വിവരങ്ങളിലേക്ക് വെളിച്ചം വെക്കുന്നതാണ് ഇപ്പോൾ പോലീസിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതിൽ 1997 തൊട്ട് ഇയാൾ സ്ഥിരം കർണാടക പോലീസിന്റെയും കേരള പോലീസിന്റെയും ക്രിമിനൽ പട്ടികയിലുള്ള ഒരാളാണ്. മാത്രമല്ല അത് കൊലപാതക കേസുകളുണ്ട്, ആയുധം കൈവശം കേസുണ്ട്. 2007 ഉള്ളാളിൽ വെച്ച് ഒരു കൊലപാതക കേസിൽ നജീബ് പ്രതിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലതവണ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഉൾപ്പെട്ടിരുന്നുണ്ട്. അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. ഗുണ്ട ആക്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എത്രയോ തവണ കാസർഗോഡ് ജില്ലയിലെ അഞ്ചോളം പോലീസ് സ്റ്റേഷനുകളടക്കം കർണാടകയിലെ ഉള്ളാൾ പോലീസ് സ്റ്റേഷനടക്കമുള്ള നിരവധി സ്റ്റേഷനുകളിലെ സ്ഥിരം വാണ്ടഡ് പട്ടികയിലുള്ള ഒരു പ്രതിയാണ് ഇയാളെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നീങ്ങുകയാണ് അന്വേഷണ സംഘം.